ഹലോ ഗൈസ്, രാവിലെ ഓഫീസ് വരെ പോവുകയാണ്. ഇൻഷുറൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓഫീസ് വരെ പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 9 മണിയോട് തന്നെ ഇറങ്ങി. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുമുണ്ട്. അവനിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞങ്ങൾ ഒരേ റൂട്ടിലാണ് പോകുന്നത്. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി. രാവിലെ ആയതുകൊണ്ട് നല്ല ആളാണ് മെട്രോയിൽ പോകാൻ. എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമല്ലേ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി കാർഡ് സ്വൈപ്പ് ചെയ്ത് മെട്രോ കാത്ത് നിന്നു. 2 മിനിറ്റ് ശേഷമാണ് മെട്രോ എത്തി. എനിക്ക് 3 സ്റ്റോപ്പ് കഴിയുമ്പോൾ ഇറങ്ങണം. അവന് നേരെയാണ് പോകേണ്ടത്. അങ്ങനെ ഞാൻ അവന് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് മെട്രോയിൽ നിന്ന് ഇറങ്ങി. എനിക്കിവിടെ ഇറങ്ങി രണ്ടാമത്തെ മെട്രോയിൽ വേണം കയറി പോകാൻ. അങ്ങനെ ഞാൻ രണ്ടാമത്തെ മെട്രോ കാത്തു നിന്ന് അതിൽ കയറി. രണ്ടാമത്തെ മെട്രോയിലും 3 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സ്ഥലത്തെത്തി ഇറങ്ങി. അങ്ങനെ ഞാൻ നേരെ ഓഫീസിൽ കയറി ഇൻഷുറൻസിൻ്റെ പരിപാടികളൊക്കെ തീർത്തു. അതിനുശേഷം ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിലെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ കയറി കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. അങ്ങനെ ആദ്യത്തെ മെട്രോയിൽ കയറി. അവൻ അന്നേരം വിളിച്ചു. അവന് നാളത്തെ ട്രെയിനിങ്ങിന് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ജോലി നോക്കിയത് സെയിൽസിലാണ്. വിസിറ്റിംഗ് വിസ വന്നിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ 2 മാസം നമ്മുടെ പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ടുള്ള ജോലി നോക്കുക. പിന്നീട് വിസ പുതുക്കിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമ്പോൾ അതിൽ കയറി നിന്നുകൊണ്ട് മറ്റു ജോലി നോക്കുക. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കൺസൾട്ടൻസി ഭയങ്കര തട്ടിപ്പാണ്. അവിടെ കൊണ്ട പൈസ കളയരുത്. 50 മുതൽ 100 എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് കൊടുത്തു പോകും ജോലി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച്. എന്നാൽ അവരെ നമ്മൾ ഒരിക്കലും പിന്നീട് കാണുകയും ഇല്ല. വൻ തട്ടിപ്പാണത്. മലയാളികളടക്കം ആ തട്ടിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അവൻ വന്ന മെട്രോയിൽ തന്നെയാണ് ഞാനും കയറിയത്. പക്ഷേ മെട്രോയ്ക്കുള്ളിൽ വെച്ച് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പുറത്ത് വെച്ച് കണ്ടു. അങ്ങനെ നേരെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അന്നേരം ഇല്ലായിരുന്നു. 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷമാണ് വന്നത്. ഇപ്പോൾ ചൂട് ചെറിയ രീതിയിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിരിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്. ആകാശം മൂടിയാണ് ഇരുന്ന്. മഴ പെയ്യുമെന്ന് ഓർത്തു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. നേരെ നടക്കാൻ തുടങ്ങി.